പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ ലഭിക്കാത്തതിൽ ആശ്വാസം പ്രകടിപ്പിച്ച രാജ്യാന്തര മാധ്യമങ്ങൾ. പുരസ്കാര പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ട്രോൾ മഴയുമായി മുൻനിര മാധ്യമങ്ങളും രംഗത്തെത്തി. പ്രതീക്ഷിച്ച പുരസ്കാരം ലഭിക്കാത്തതിനെ തുടർന്ന് ട്രംപിന്റെ അരിശത്തിന് ആദ്യം ഇരയായതാകട്ടെ ചൈനയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിരുന്നു. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ്, യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ ലഭിക്കാത്തതിൽ വലിയ രീതിയിലുള്ള ആശ്വാസവും ഇപ്പോൾ ട്രോളുമൊക്കെ ഇറങ്ങുകയാണ്. ആശ്വാസമായി അത് ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ള രീതിയിലുള്ള ട്രോളുകളാണ് വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ട്രംപിന് എന്തുകൊണ്ട് നൊബേൽ സമ്മാനം കിട്ടിയില്ല എന്നതിന് ഉത്തരം അവാർഡ് നേടിയ നൊബേൽ സമാധാന പുരസ്കാരം നേടിയ മരിയ കൊറീന മച്ചാഡോ തന്നെയാണ്. കാര്യം വിനയത്തിൻ്റെ ആൾരൂപം, വർഷങ്ങളായി നടത്തുന്ന പോരാട്ടം, വെനിസ്വേലയിലെ വിമത നേതാവ് എന്ന് പോലും പറയാനാവില്ല, വെനിസ്വേലയിലെ യഥാർത്ഥ ജനനേതാവാണ് മരിയ മച്ചാഡോ. ഒരു തരത്തിലും അംഗീകാരത്തിനായി, പുരസ്കാരത്തിനായി, അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്കായി അവർ ശ്രമിച്ചിട്ടില്ല. വളരെ വിനയത്തോടെ, അതേസമയം ജീവൻ പണയം വെച്ച് നടത്തുന്ന ഒരു വലിയ പോരാട്ടം, ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ, ശക്തമായ പോലീസിനും സേനയ്ക്കും എതിരെ, പട്ടാളത്തിനെതിരെ നടത്തുന്ന പോരാട്ടം, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം. ഒരുപക്ഷെ ആ അർത്ഥത്തിൽ നിശബ്ദമായ പോരാട്ടത്തിനാണ് നൊബേൽ പുരസ്കാര സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ആ ശൈലിക്ക് കടകവിരുദ്ധമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശൈലിയും പ്രവർത്തന രീതിയും എല്ലാം. ഒരു ഭാഗത്ത് പൊങ്ങച്ചം, ഒരു ഭാഗത്ത് പ്രകടനപരത, മറുഭാഗത്ത് ഭീഷണി, ഇങ്ങനെ ഒട്ടനവധി പുരസ്കാര സമിതിക്ക് ദഹിക്കാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ നൊബേൽ സമ്മാനത്തിനൊരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും അധികം പോയിന്റ് നേടിയ, ഏറ്റവും അധികം മെഡൽ നേടിയ ഒരാൾക്ക് നൽകുന്ന ഒരു അംഗീകാരമല്ല അത്. വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഒരു മിസ്റ്റേക്ക്, അനിർവചനീയമായ ഒരു പ്രത്യേകത ഈ സമ്മാനത്തിനുണ്ട്. ചോദിച്ചു വാങ്ങേണ്ടതല്ല ഈ പുരസ്കാരം, ബഹുമാനം എന്ന് പറയുന്നത് പോലെ തന്നെ. അതേസമയം ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കാംക്ഷിച്ചെങ്കിൽ അതിനായി അദ്ദേഹം നടത്തിയ പലതും പ്രകടനപരതകളായിരുന്നു, പലതും PR അറ്റംപ്റ്റ്സ് ആയിരുന്നു. ഉത്തര കൊറിയൻ നേതാവുമായി നടത്തിയ സമാധാന ചർച്ചയാവട്ടെ, താലിബാൻ വിഷയത്തിൽ നടത്തിയ ചർച്ചയാവട്ടെ, അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സമ്മാന പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ വളരെ വൈകിപ്പോയിരുന്നു. ഇനി വൈകിയില്ലെങ്കിലും, ഡെഡ് ലൈൻ കഴിഞ്ഞില്ലെങ്കിലും, അവസാന തീയതി കഴിഞ്ഞില്ലെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റേത് വളരെ പ്രത്യക്ഷമായ, പ്രകടമായ ഒരു ക്യാമ്പയിനായിരുന്നു, ഒരു അഭ്യർത്ഥനയായിരുന്നു മറ്റു രാജ്യങ്ങളോട്, നേതാക്കളോടൊക്കെ തന്നെ സമാധാന പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യുമെന്ന് നേരിട്ടും അല്ലാതെയും അദ്ദേഹം ആവശ്യപ്പെടുന്ന കാഴ്ച പരിഹാസ്യമായിരുന്നു. പാകിസ്ഥാൻ ആവട്ടെ വളരെ സന്തോഷപൂർവ്വം ആ ഒരു ശുപാർശ നടത്തി. അതേസമയം ഈ ഒരു ശ്രമം, ഭാരതത്തെ കൊണ്ടുകൂടി ഇങ്ങനെ പറയിപ്പിക്കാനുള്ള ശ്രമം ട്രംപിന് തിരിച്ചടിയായെന്ന് മാത്രമല്ല, ഭാരതവുമായിട്ടുള്ള ബന്ധം ഉലയുന്നതിലേക്ക് പോലും വഴിതെളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തിയ വെടിനിർത്തലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വെടിനിർത്തലിന് പിന്നിൽ താനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലെയിം, അവകാശവാദം അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ സമ്മാനത്തിന് ശുപാർശ ചെയ്തുവെങ്കിൽ ഭാരതം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി, ഒരു മൂന്നാം കക്ഷിയുമില്ല, പാകിസ്ഥാൻ താണു വീണപേക്ഷിച്ചതുകൊണ്ട് വെടി നിർത്തിയതാണ്. പാകിസ്ഥാന് തിരിച്ചടിക്കാൻ കഴിയാതെ, നിലനിൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അവർ നടത്തിയ അഭ്യർത്ഥന മാനിച്ചാണ് മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസിൻ്റെ തലത്തിൽ നടത്തിയ അഭ്യർത്ഥനയും ചർച്ചയ്ക്കും ശേഷമാണ് വെടിനിർത്തലുണ്ടായത്. ഇതിന് ശേഷം പിന്നെ കണ്ടത് അരിശം പൂണ്ട് ട്രംപ് ലോകമെമ്പാടും താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് ആ കാഴ്ച കണ്ടത്. ഭാരതത്തിനെതിരെ പ്രഖ്യാപിച്ചു, ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ചു. അത്തരത്തിൽ ഒരു സമാധാനം, സഹവർത്തിത്വം, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാക്കുക, സമൂഹങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാക്കുക, എല്ലാ തരത്തിലുമുള്ള ഏകോപനം സൃഷ്ടിക്കുക, ഇത്തരം ഒരു ക്വാളിറ്റീസുമല്ല അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അമേരിക്ക ഫസ്റ്റ് എന്നൊരു ഭാഗത്ത് പറയുന്നു, പരോക്ഷവും പ്രത്യക്ഷവുമായ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പ്രകോപനപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, പൊങ്ങച്ച പ്രകടനം നടത്തുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം നടത്തിയ പല ഇടപെടലുകളും, ഒരു ഉദാഹരണത്തിന് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിൻവാങ്ങൽ, ഐക്യരാഷ്ട്ര സംഘടനയെ കൊച്ചാക്കി കാണിക്കൽ, നേറ്റോയെ പരിഹസിക്കൽ, ഇതൊന്നും രാജ്യാന്തര തലത്തിൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, അതല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു തരത്തിലുള്ള ധാരണയും സൃഷ്ടിക്കാൻ ഡൊണാൾഡ് ട്രംപിനായില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒബാമ കോംപ്ലക്സ്, മിഷേൽ ഒബാമയ്ക്ക് ലഭിച്ചു എങ്കിൽ, ബറാക്ക് ഒബാമയ്ക്ക് ലഭിച്ചുവെങ്കിൽ എനിക്കും ലഭിക്കണ്ടേ, അതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഒരു കാലഘട്ടത്തിലും നൊബേൽ സമ്മാനം ഒരു സാഹചര്യത്തിൽ ലഭിക്കാൻ കഴിയുന്നൊരു
സംവിധാനമല്ല നൊബേൽ സമിതി. കാര്യം ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാതെ, ഒരു തരത്തിലുള്ള ശുപാർശയ്ക്കും വഴങ്ങാതെ വളരെ സ്വതന്ത്രമായി സുതാര്യമായി നടത്തുന്ന ഒരു പുരസ്കാര സമർപ്പണമാണ്, പ്രഖ്യാപനമാണ്. ഇപ്പോൾ ഈ ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടിയില്ല എന്നതല്ല വാർത്ത. കിട്ടിയിരുന്നെങ്കിൽ മാത്രമായിരുന്നു ലോകം ഞെട്ടുന്ന വാർത്ത ആകുമായിരുന്നത്. മറ്റൊന്നുള്ളത്, നൊബേൽ പുരസ്കാര സമിതിക്കാണെങ്കിൽ അഭിനന്ദന പ്രവാഹമാണ്. കാര്യം നട്ടെല്ല് നിവർത്തി ഇദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ അതിജീവിച്ച് നോർവേക്കെതിരെ പോലും അദ്ദേഹം ഈ താരിഫ് ഭീഷണി ഉയർത്തിയിരുന്നു. നൊബേൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ താരിഫ് പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കുറവാണോ, സ്ഥിരതയില്ലായ്മയാണോ, അത് അദ്ദേഹത്തിൻ്റെ അമിത ആത്മവിശ്വാസമാണോ എന്താണെന്നറിയില്ല. എന്തായാലും ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ ആശ്വാസത്തോടെ ഒരു സൈ ഓഫ് റിലീഫ് എന്നൊക്കെയാണ് പല രാജ്യാന്തര മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. പിന്നെ രോഹിണി തന്നെ പറഞ്ഞതുപോലെ ട്രോളിൻ്റെ ഒരു പെരുമഴയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് ഞാൻ എനിക്ക് തരണമെന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പുരസ്കാര ജേതാവ് മെച്ചാഡോ എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആശ്വാസം കണ്ടു. പക്ഷേ അദ്ദേഹം നിരാശനാണ് എന്നുള്ളത് വ്യക്തമാണ്. ആ അരിശം ആദ്യം ലഭിച്ചത് ചൈനയ്ക്കും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനുമാണ്. ഈ ഏഷ്യ പസഫിക് ഉച്ചകോടിക്കിടയിൽ കൂടിക്കാഴ്ച നടത്തും എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള സൂചനകൾ വന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന ഒരുപക്ഷെ കണ്ടേക്കുമെന്നാണ്. അതിന് പുറമെ ഒരു 100% അധിക താരിഫും കൂടി ചൈനയ്ക്ക് മേൽ ചുമത്തിയിട്ടുമുണ്ട് ഡൊണാൾഡ് ട്രംപ്. രോഹിണി, ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ട്രംപ് കൂടുതൽ പരിഹാസ്യനായി, ഈ സമാധാന ശ്രമങ്ങൾ വെറും ബ്രാൻഡിംഗ് ആയി, വെറും പബ്ലിക് റിലേഷൻസ് എക്സസൈസുകളായി, തലക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള മാധ്യമ ഇവൻറ്റുകളായി ഒക്കെ മാറിയത് കൊണ്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ട്രംപിന്. സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. രോഹിണി. അതെ, വളരെ നന്ദി പ്രദീപ് പിള്ള ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു വിവരണം തന്നെ നൽകിയത്.